രാഘവനെ നാലാമതും കോഴിക്കോട് തുണയ്ക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്നത്. മുന്നണിയുടെ പ്രകടനത്തിനൊപ്പം സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവവും ഫലത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. മുതിർന്ന നേതാവ് എളമരം കരീം സ്ഥാനാർത്ഥിയായി എത്തിയത് ഗുണം ചെയ്യുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടലുള്ളത്. BJP ഇത്തവണ എത്ര വോട്ട് പിടിക്കും എന്നതും ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു. MT രമേശ് എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് NDA ക്യാമ്പും ഇറക്കിയത്. സാനിയോ മനോമി കോഴിക്കോട് നിന്ന് ചേരുന്നു. സാനിയോ, MK രാഘവന് നാലാം മൂഴം എന്നതുണ്ടാകുമോ? കാരണം എളമരം കരീം അവിടെ ശക്തമായ മത്സരം കാഴ്ചവെച്ചു. CPM ഉറച്ച് വിജയ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് കോഴിക്കോടും. ഒപ്പം MT രമേശ് എന്ന മുതിർന്ന നേതാവിലൂടെ NDA ക്യാമ്പ് എത്രത്തോളം വോട്ട് പിടിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്? വിനിത, ഈ വോട്ടെണ്ണലിന്റെ അവസാന മണിക്കൂറുകളിലും ഇരു മുന്നണികളും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതിനുള്ളൊരു കാരണം കൂടിയുണ്ട്. കാരണം രണ്ടുപേരും സിറ്റിംഗ് MP-മാരാണ്. എളമരം കരീം രാജ്യസഭാ MP, അതുപോലെ MK രാഘവൻ MP-യുമായി നിൽക്കുന്ന ഒരു സമയത്ത് ഈ രണ്ടുപേരുടെയും വ്യക്തിപ്രഭാവം വളരെയധികം ഈ ഒരു വിജയത്തെ ബാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഇടതു ക്യാമ്പിന്റെ ഒരു ആലോചന എന്നൊക്കെ പറയുന്നത്, അവർ പറയുന്നത് നാലാമതും MK രാഘവൻ എന്ന് പറയുന്ന ഒരു സാധ്യത, അതിനെതിരെ ആളുകൾ വോട്ട് ചെയ്യും. കാരണം ആളുകൾക്ക് മടുത്തു തുടങ്ങി. മൂന്ന് തവണ തന്നെ MK രാഘവൻ വന്നപ്പോഴും ആളുകൾക്ക് മടുത്തു എന്നുള്ള ഒരു വിഷയത്തിന് വോട്ട് ചെയ്യും എന്നാണ് ഇടത് ക്യാമ്പിൽ നിന്ന് പറയുന്നത്. കൂടാതെ ഈ സമസ്ത ലീഗ് തർക്കങ്ങൾ ഇതൊക്കെ വോട്ടായി മാറുമെന്ന് പറയുന്നു. മാത്രവുമല്ല, പൗരത്വ വിഷയത്തിലടക്കം നടത്തിയ സെമിനാറുകൾ, ഇടപെടലുകൾ, ഇതിലൊക്കെ ഇടതുമുന്നണിയിൽ ഒരു ആളുകൾക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് വോട്ടുണ്ടാകും എന്നാണ് പ്രധാനമായും ഇടതുമുന്നണിയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. കൂടാതെ ഒരു കൺസോളിഡേഷൻ നടക്കുകയാണെങ്കിൽ അത് തങ്ങൾക്ക് അനുകൂലമാകും, ന്യൂനപക്ഷ കൺസോളിഡേഷൻ തങ്ങൾക്ക് അനുകൂലമാകും എന്ന തരത്തിലാണ് ഇടത് ക്യാമ്പിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. കൂടാതെ വലിയ വികസനങ്ങളൊന്നും കൊണ്ടുവരാൻ MK രാഘവന് നിലവിൽ കഴിഞ്ഞിട്ടില്ല എന്നതും അവർ വലിയ പ്രചാരണ ആയുധമാക്കിയിരുന്നു. അതിനൊക്കെ വോട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ എളമരം കരീമിന്റെ പാർലമെന്റിലെ ഇടപെടലുകൾ അടക്കമുള്ള അവയ്ക്കൊക്കെ വോട്ടുണ്ടാകും എന്നൊരു പ്രതീക്ഷയിൽ എളമരം കരീമിന് തന്നെ നല്ല സാധ്യതയുണ്ടാകുമെന്നാണ് ഇടത് ക്യാമ്പ് കരുതുന്നത്. അതേസമയം നാലാമതും വിജയിച്ചു കയറാമെന്ന, വളരെ എളുപ്പത്തിൽ വിജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പുള്ളത്. മറ്റൊരു ഘടകങ്ങളും MK രാഘവന് തടസ്സമായി വരാനില്ല. ജനകീയനായ ഒരു MP ആയിരുന്നു അദ്ദേഹം. MP ആയി പ്രവർത്തിച്ച കാലയളവിൽ മുഴുവൻ ആ ജനകീയതയ്ക്ക് ഒരു വോട്ടുണ്ട് എന്ന് തന്നെയാണ് UDF ഇപ്പോഴും കരുതുന്നത്. പക്ഷേ അവർക്കൊരു ഭീഷണിയായി നിലനിൽക്കുന്നത് UDFന്റെ വോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ട് അത് BJPക്കോ മറ്റോ പോവുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ബാധിക്കുക എന്ന ഒരു തരത്തിൽ ആശങ്കയുണ്ട്. കാരണം NDA ക്യാമ്പിൽ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയായ MT രമേശ് തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ MT രമേശിന് കോഴിക്കോടിന്റെ ഒരു വോട്ടുകൾ എന്ന നിലയ്ക്ക് എത്ര വോട്ട് കിട്ടും എന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് ഇടയാക്കുന്ന ഒരു കാര്യമാണ്. ഈ വോട്ട് ശതമാനം കൂടുമെന്നാണ് NDAയും പ്രതീക്ഷിക്കുന്നതെന്നാണ് ഏറ്റവും യാഥാർത്ഥ്യം. കാരണം അവരുടെ ഹൈ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് കോഴിക്കോട്. ആ സ്ഥിതിക്ക് വോട്ട് കൂട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് NDAയും ഉള്ളത്. ഏതായാലും അവസാന നിമിഷം ഇരു മുന്നണികളും വളരെയധികം ശ്രദ്ധയോടുകൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ LDFും UDFും വളരെയധികം പ്രതീക്ഷ വയ്ക്കുന്നു. കൂടാതെ വോട്ട് ശതമാനം കൂടുമെന്ന പ്രതീക്ഷയിൽ NDAയും നിൽക്കുകയാണ്. വിനിത, ശരി. സാനിയോ മനോമിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. നാലാം തവണയും ജയിച്ചു കയറാമെന്ന് MK രാഘവൻ കണക്കുകൂട്ടുമ്പോൾ എളമരം കരീമിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന് തന്നെയാണ് LDF പ്രതീക്ഷിക്കുന്നത്.